ഗായ്സ്, അപ്പോൾ നമ്മളുടെ വീഡിയോ നൈറ്റ് തൊഴുത്തിലെ അവസ്ഥയാണ് കേട്ടോ. കാരണം പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 7 മണിയല്ലോ കേട്ടോ. പോത്തിനെ കെട്ടിയിട്ടു. പൊട്ടനെ തല്ലിക്കൊല്ലിയാണ്. ഇതിൻ്റെ കാലിൽ പൊട്ടനിരിക്കും പറയാറില്ലേ ഗൈസ്, കാണിച്ചു തരാം. ഇതാണ്ട് ഇവിടെയൊക്കെ ബ്ലഡ്. പോത്തുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ചോട്ടു വേണപ്പോൾ പാത്രങ്ങളൊക്കെ എടുക്കുന്നതിൽ ചോട്ടു. ഹരേ ചോട്ടോ ഉണ്ടാ, ഹരേ ചോട്ടു ആണ് പോത്തിനത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊടുക്കാൻ വൈകി. നമ്മൾ എൻ്റെ വീട് വരെ പോയിട്ട് വന്നാണ്. ശിബിരിയും ചോട്ടും കൂടെ അവിടെ പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കഴുകാൻ കൂസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ചോട്ടും അടുക്കി വെക്കുന്നുണ്ട്. പിള്ളേർ ഭയങ്കര ഹെൽപ്പിങ്ങാണ്. അപ്പോൾ നമ്മളുടെ പോത്തപ്പന്മാരുണ്ട്. കണ്ണൊക്കെ മിന്നും ഗൈസ്. ഞാൻ ഫ്ലാഷ് അടിച്ചിട്ട് വെളിച്ചമില്ലാണ്ട് വേണ്ട നമ്മുടെ പോത്തപ്പന്മാർ നിൽക്കുന്നത്. നമ്മുടെ നൈറ്റിലെ പോത്ത് ജീവിതമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സമയമായി കഴിഞ്ഞാൽ നിറയെ ഈച്ചയും പൊട്ടനൊക്കെ ഇവരിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. കൊതുകൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ കണ്ട നിറയെ കൊതുകൊക്കെ ഉണ്ട്. കാരണം ഇവർ മൂത്രമൊക്കെ ഒഴിച്ചതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ നിറയെ. അല്ലെങ്കിൽ ഈ സമയം കഴിഞ്ഞാൽ ഫുള്ളും കൊതുകും ഈച്ചയൊക്കെ വരും. എന്താണ്ടാ. അപ്പോൾ നമ്മൾ പുകയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അപ്പൂ പുകയിടാൻ വേണ്ടിയിട്ട് തീക്കനലെടുക്കാൻ പോയതാണ്. എൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇവരിങ്ങനെ തലോടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്നേഹമായിരിക്കും കേട്ടോ. അയ്യ നമ്മളെ വിളിച്ചാലൊക്കെ വരും കേട്ടോ അല്ലേ. രാവിലെ ഞങ്ങളെ കുറേ ഓട്ടിച്ചെങ്കിലും അല്ലേ തവിടിൻ്റെ സമയമായി കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം കൊടുത്തു. ഇന്ന പുല്ലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ രാവിലത്തെയാണ്. ഉച്ചയ്ക്കൊക്കെ നമ്മൾ പുറത്തല്ലേ കെട്ടിയത് ഇല്ലേടാ. മീഞ്ഞ് ഒന്നിൻ്റെ ഗുണ്ടപ്പ. അപ്പോൾ ഇവർക്ക് പുകയിടണം കാണിച്ചിട്ടെ ഗൈസ്. പാത്രമൊക്കെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വട്ടയുടെ ഇത് പൊട്ടിയപ്പോൾ പുതിയത് മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂത്തിന് പുകയിട്ട് കൊടുക്കട്ടെ. ഈ സൈഡിൽ എവിടെയെങ്കിലായിട്ട് വെച്ചാൽ മതി. ഈ ലൈറ്റിൻ്റെ ഒരു വെളിച്ചത്തിൽ കറക്റ്റായിട്ട് കണ്ട ഗൈസ്. അപ്പോൾ പുകയിടാനുള്ളതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ചോട്ടുപോത്ത് വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ തീയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വാഴൻ്റെ ഇലയിൽ ഉണങ്ങി വാഴൻ്റെ ഇല അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നനഞ്ഞ വൈക്കോലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കുറേ നേരം പുകഞ്ഞുകൊണ്ടിരിക്കും, കത്തില്ല. അപ്പോൾ ആദ്യം നന്നായിട്ട് നമ്മൾ തീ കത്തിച്ചതിന് ശേഷമാണ് ഇതൊക്കെ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പുകഞ്ഞ് കിട്ടും കേട്ടോ ഗൈസ്. ഇത് നമുക്ക് പോത്തുകൾക്ക് പൊട്ടം കടിക്കാതിരിക്കാനും ഈച്ച കടിക്കാണ്ടിരിക്കാനും അതുപോലെ കൊതുകൊന്നും കടിക്കാണ്ടിരിക്കാനൊക്കെ പുകയിടുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പുകയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ പുകയിക്കുന്നുണ്ട് കേട്ടോ. വൈക്കോലിങ്ങനെ നനഞ്ഞ വൈക്കോലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പുകഞ്ഞ് കൊണ്ടേയിരിക്കും കുറേ നേരം. കണ്ട നമ്മുടെ പോത്ത് തൊഴുത്തിൽ പുകയിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി പുകഞ്ഞു കഴിഞ്ഞാൽ കൊതുകും ഇതൊന്നും വരെ കടിക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പുകയിച്ച് കൊടുക്കുന്നത്. കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിലെ പോത്ത് തൊഴുത്തിലെ അവസ്ഥ. പോത്തുകൾക്ക് ഇന്ന് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ എന്തോ അത്ഭുതം പോലെ കാണാൻ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാ പുകയിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവർക്ക് പുല്ലും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 8 മണിയാകുമ്പോൾ അപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കും കേട്ടോ പുല്ലൊക്കെ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഒരൊറ്റ തവണ ഇട്ട് കൊടുക്കുള്ളൂ. കണ്ട നന്നായി പുകയുണ്ട്. അപ്പോൾ നന്നായി പുകഞ്ഞു കഴിഞ്ഞാൽ അവർക്കും സുഖമായി നിൽക്കാമല്ലോ. ഫാൻ ഇടണം എന്നിട്ട് ഇട്ടിട്ടില്ല. ഒരു ഫാൻ നമ്മൾ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നന്നായി പുകയട്ടെ. അപ്പോൾ ഇതാ വൈക്കോലെടുക്കുന്നുണ്ട്. ഇരട്ടായതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല ഗൈസ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വൈക്കോലിട്ട് കൊടുക്കും. ഇനി അപ്പോൾ എല്ലാവർക്കും വൈക്കോലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ആൾക്കും ഇനി നൈറ്റത്തേക്കുള്ള വൈക്കോല്. പിന്നെ പുല്ല് നമ്മളൊരു 8 മണി 9 മണിയാകുമ്പോൾ അപ്പോൾ ഇട്ട് കൊടുക്കും. പുകഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മുടെ പോയിക്കുന്നത് നമ്മുടെ പോത്തുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ നൈറ്റിലെ ഒരു ഇതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.